വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രിപ്പ് പോണ സ്ഥലം ഡൽഹിയാണ്. ഞാനും എന്റെ അമ്മാമയും അച്ചാച്ചനും കൂടിയിട്ടാണ് ട്രിപ്പ് പോണത്. 4 ദിവസം അവിടെ സ്റ്റേ ആണ്. മേമയുടെ കൊണ്ടാക്കാനാണ് പോണത്. അന്ന് വീഡിയോസ് ഒക്കെ ഞാൻ ഇടും. ലോങ് വീഡിയോ ആയിട്ട് ഷോർട്ട് വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ യൂട്യൂബ് ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ ഗൈസ്, കഴിഞ്ഞ വെക്കേഷൻ എടുത്ത വീഡിയോ ആണ് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടിയത്. എന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ട്രെയിൻ കുറച്ച് ലേറ്റായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മേമയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അങ്ങനെ അമ്മ ഇരുട്ടാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒറ്റയ്ക്കുള്ള കാരണം അമ്മ ബസ്സിൽ വീട്ടിലേക്ക് തിരിച്ചു പോയി. മേമ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഞങ്ങളെ പ്ലാറ്റ്ഫോം തെറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വേറെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി. ട്രെയിൻ കയറി ഇവിടെ എത്തി. പിന്നെ കുറച്ച് ലേഗായിരുന്നു. വേറെ വല്ല പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ അടുത്തിരുന്നതൊന്നും മലയാളീസ് അല്ല, അത് കാരണമാണ് ഞാൻ ഉറക്കം ഇങ്ങനെ പറയണത്. പിന്നെ രാത്രി ഞങ്ങൾ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ്. ഇഡ്ഡലിയും ചോറും ചമ്മന്തിയും ഒക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ ബ്രെഡ് സാൻഡ്വിച്ച് കഴിച്ചു. പിന്നെ ഉച്ചയാകുമ്പോഴേക്കും ബിരിയാണി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നിനും കൊള്ളില്ല, തീരെ ടേസ്റ്റ് ഇല്ല. പിന്നെ AC-യിലാണ് പോയത്. ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും വെയിൽ വന്നപ്പോൾ ഞങ്ങൾ വിൻഡോ സീറ്റിൽ അടക്കിയിരുന്നു. അപ്പോൾ ഞങ്ങൾ കാഴ്ചയൊക്കെ കാണാണ്. അമ്മ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഇരുന്ന് കാണുന്നതാണ്. എൻ്റെ മേമയുടെ 6 മാസമായിട്ട് ഡൽഹിയിലാണ്. എൻ്റെ മേമയ്ക്ക് 3 വർഷത്തെ കോഴ്സ് ഉണ്ട്. എൻ്റെ മേമ പഠിക്കണത് ക്രിമിനോളജി വിത്ത് ഫോറസ്റ്റ്. നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷനൊന്നും നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ഊബർ എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. വീട്ടിൽ പോയിട്ട് വിശേഷങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല. സത്യത്തിൽ വീഡിയോ എടുക്കാൻ മറന്നത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീച്ച് മെട്രോ സ്റ്റേഷനിലേക്ക് പോയി. ഞാൻ ആദ്യമായിട്ടാണ് മെട്രോയിൽ പോണത്. പിന്നെ നമ്മൾ മെട്രോയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവിടുത്തെ ഓട്ടോറിക്ഷ ഇങ്ങനെയാണ്, ഓപ്പൺ ഓട്ടോറിക്ഷയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണണത്. നമ്മൾ പോണത് അക്ഷർധാമിലേക്കാണ്. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അക്ഷർധാമിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല, അത് കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഗൈസ്, ഞങ്ങൾ പോയ സമയത്ത് ഡൽഹിയിൽ നല്ല വെയിലായിരുന്നു. നാട്ടിൽ നല്ല മഴയും. പിന്നെ ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി. അവിടേക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഫാമിലി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഫാമിലി ഫോട്ടോ. ഇതാണ് അക്ഷർധാം. ഇതിൻ്റെ ഉള്ളിലെ ഫുഡ് കഴിക്കാനുള്ളതൊക്കെ ഉണ്ട്. ഞങ്ങൾ സാൻഡ്വിച്ചൊക്കെ കഴിച്ചു. നമുക്കത് എടുക്കാൻ പറ്റിയില്ല. അവിടെ എല്ലാവർക്കും ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ലോട്ടസ് ടെമ്പിൾ. ഉള്ളിലേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല, അത് ഫോൺ കൊണ്ടുപോയില്ല. ഇത് പുറത്തെ ഭാഗമാണ്. നല്ല രസമുണ്ട് ഉള്ളിലെ ഒരു സൈലൻസ്. പല കൺട്രീസിനുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫോട്ടോസിൽ കാണുന്ന പോലെയല്ല, നല്ല ഭംഗിയുണ്ട്. ലോട്ടസ് പോലെ തന്നെയാണ് ഇരിക്കണത്. പിന്നെ ഉള്ളിൽ എന്ന് പറയുന്നത് ഒരു പ്രയർ ബുക്കൊക്കെ നമുക്ക് തരും. പിന്നെ ഞങ്ങൾ ചൂടായ കാരണം കുറച്ച് ഇളനീരൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. വലിയ ഇളനീരാണ് അവിടുത്തെ ഇളനീര്. ഞങ്ങളിത് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടുത്തെ സ്റ്റൈലൊരു ബർഗർ കഴിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പോയത് ഇന്ത്യ ഗേറ്റിലേക്കാണ്. എൻ്റെ ഡ്രീമാണ് ഇന്ത്യ ഗേറ്റിലേക്ക് പോകണമെന്ന്. അതിലേക്ക് പോകാൻ പറ്റി. പിന്നെ ഞങ്ങൾ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ ചെന്നിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചു. നല്ല ചൂടാണ് അവിടെ. അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ പോയത് റെഡ് ഫോർട്ടിലേക്കാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ റെഡ് ഫോർട്ടിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ബൈ.